രാവിലെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കോഴി എന്നും രാവിലെ ഓരോ മുട്ട ഇടും. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഡുണ്ടുമോൾ ആ മുട്ട അപ്പം തന്നെ ഫാം ഫ്രഷായിട്ട് എടുത്തുകൊണ്ട് വന്ന് കഴിക്കും. വേണ്ട, ഡുണ്ടുമോക്ക് മാത്രം ആവശ്യപ്പെട്ടതാണ് ഞങ്ങളുടെ തടിച്ചു കോഴിയുടെ മുട്ട. ഇല്ലോടി, നിനക്ക് ഫുഡ് തരാം കേട്ടോ. ഡുണ്ടു മുട്ട ആയിരുന്നതാ മുട്ട. അവൾക്ക് ഡ്രൈ ഫുഡ്, മറ്റേത് ഡുണ്ടു കോഴിക്ക് ഡ്രൈ ഫുഡ് കൊടുക്കും, കോഴി കുഞ്ചുന് മുട്ട കൊടുക്കും. എന്താ പറ്റിയാടാ അത്? എന്താ പറ്റിയത്? അയ്യുഞ്ചാ ഇതിന്റെ മുട്ട പൊട്ടിപ്പോയി. കുറയ്ക്കുന്ന കണ്ടിട്ട് ഓടി വന്നതാണോ? ആരാണ്ട് പുറത്ത് കുറയ്ക്കുന്ന കണ്ടോണ്ട് മുട്ടയെ കൊണ്ട് ഓടി വന്നതാ. തിന്നോ? എനിക്ക് വേണ്ട താഴെ വീണ് മുട്ടയൊന്നും ഞാൻ തിന്നത്തില്ലൊന്നും. പൊട്ടാത്ത മുട്ട നാളെ വാങ്ങിച്ചു തരാം കോഴിയുടെ നിന്ന്. തിന്നോ? ഇഞ്ചാ ആരും കണ്ടില്ല, തിന്നു. ഇഞ്ചി ചമ്മിപ്പോയിടാ, ചമ്മിപ്പോയി ഇഞ്ചു. ഇഞ്ചാ ആരും കണ്ടില്ല, തിന്നു. സത്യമായിട്ട് ആരും കണ്ടില്ല, നീ തിന്നോ? ഡുഡു മുട്ട പൊട്ടിച്ച് പിണങ്ങി പോയ കാരണം ഡുഡു തിന്നില്ല. താഴെ വീണ് പൊട്ടിയന്റെ ദേഷ്യത്തിൽ ഡുഡു തിന്നാത്ത കാരണം പിന്നെ അവള് തന്നെ അങ്ങ് തിന്നാന്ന് ചോദിച്ചാൽ അവിടെ സ്വന്തം മുട്ട. തിന്നോടി, നീ തിന്നോ. നിനക്ക് കാൽസ്യം കിട്ടട്ടെ, വൈറ്റമിൻ സി. തിന്നു തിന്നു. ഡുണ്ടുമോള് പൊട്ടിയ മുട്ട തിന്നില്ലെന്ന് പറഞ്ഞ് അവള് ഹോൾ മുട്ടയെ തിന്നത്തുള്ളൂ, പൊട്ടിയ മുട്ട വേണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി. ലാസ്റ്റ് മുട്ട ഇട്ട വിഷമം എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് അവള് തന്നെ അത് കൊത്തി തിന്നു. പാത്സ് ഇനി വന്നേ, ഒന്ന് തുറന്ന് കാണിച്ചത്. പാത്തോടെ ഒരു സാധനം ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം ഒന്ന് തുറന്നേ, ഇവിടെ ഒന്ന് തുറന്നേ. ഇവിടെ ആ മാറി, ഞാൻ തുറക്കാം. അടുപ്പിനകത്ത് കൊണ്ടുവന്നാണ് തുറന്ന് വെച്ചേക്കുന്നത്. അത് പിടിക്കുമോ? അത് പിടിക്കൂ. വാ, എന്തേ എവിടെ ഒന്ന് കാണിച്ചു തന്നെ. ആ ചാരത്തിനകത്ത് നിങ്ങൾ മാറിക്കേ. വേണ്ട, ആ ഇനി കൊണ്ടുവാ. ആ അത് ഞാൻ എടുത്തപ്പോൾ അവൾ തിന്ന്. ഇത് ഇവളൊരു മെയിൻ പരിപാടിയാണ്. ഇവൾക്ക് ഫുഡ് വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുവന്ന് കുഴിച്ച് കുഴിക്കകത്ത് കയറ്റി വയ്ക്കും. ഇല്ലേ പാത്തോ? എന്നിട്ട് അവള് മറന്നു പോകും അത്. അപ്പം ഞാൻ എടുത്ത് കൊടുത്തോണ്ട് അത് തിന്ന്, കണ്ടല്ലോ എന്ന് വിചാരിച്ച് തിന്ന് അല്ലേ? ആ